നമസ്കാരം. നിങ്ങൾ ഇവരെ ഒന്ന് പ്രത്യേകം നോക്കണം കേട്ടോ. നല്ല സുന്ദരിയാണ്, പിന്നെ സുന്ദരനാണ്. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. അപ്പോൾ ഇവർ തിരുവോണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സുന്ദരനും സുന്ദരിയും കൂടി ചേർന്നിരിക്കുകയാണേ. ഇത് കാസർഗോഡ് കുണ്ടൻകുഴിയിൽ നിന്നും കൂടി ചേർന്നൊരു ഇത് സൗഭാഗ്യമാകുമോ, എന്താ പറയുക, ഏത് തരത്തിലാണ് പറയാനും തന്നെ വാക്ക് കിട്ടണില്ല അല്ലേ. സന്താപമാകുമോ, അതെ, സൗഭാഗ്യമാകുമോ സന്താപമാകുമോ എന്ന് നമുക്ക് കുറച്ച് കാത്തിരുന്നിട്ട് കാണാം. കാരണം രണ്ട് കുടുംബങ്ങളുടെ അത്താണിയായിരുന്ന രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. 10ാം ക്ലാസ്സിൽ വരെ ഒരുമിച്ച് പഠിച്ചതാണ്. അന്ന് പരസ്പരം ഒരിഷ്ടം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഇവർക്ക് ഒരുമിക്കാനൊന്നും കഴിഞ്ഞില്ല. രണ്ടുപേരും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് ഓരോരുത്തരും അവരുടെ കുടുംബവുമായി മുന്നോട്ട് പോയി. അങ്ങനെ കുടുംബവുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണല്ലോ ഇന്ന് ഈ പുതിയ നൂറ്റാണ്ടിലെ ഈ ന്യൂജൻ തലമുറയിൽ ഇന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും ഗെറ്റ് ടുഗദറൊക്കെ ഇന്ന് സ്വാഭാവികമായ ചടങ്ങാണ്. അപ്പോൾ പഴയ തലമുറയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഒളിച്ചോടി എന്ന വാർത്തയൊന്നും പണ്ടുണ്ടായിരുന്നില്ലല്ലോ. അത് ആ തലമുറയുടെ വിശുദ്ധി കൊണ്ട് തന്നെയായില്ലായിരുന്നോ? ആ തലമുറയിലെ കുറേ നന്മയും സ്നേഹവും മൂല്യവും കാത്തു സൂക്ഷിച്ചിരുന്നു. ഇന്നോ ദേ കണ്ടില്ലേ, ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി 2 കുട്ടികളുടെ അച്ഛനായിരുന്ന ഒരു മനുഷ്യൻ ഓട്ടോ ഡ്രൈവറാണ്. മറ്റൊരു കുടുംബത്തിൽ ഒരാളുടെ ഭാര്യയായിരുന്നു. അവിടെയും അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ 2 കുടുംബങ്ങളെ തമ്മിൽ എന്താ പറയുക, തല്ലിപ്പിരിയിച്ചുകൊണ്ട് ഇവർ പണ്ട് കാത്തു സൂക്ഷിച്ച് മനസ്സിൽ കൊണ്ടു നടന്ന മോഹമുണ്ടല്ലോ, ഒന്ന് പൂവണിയിക്കാൻ വേണ്ടി 2 പേരും കൂടി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വരികയും അവിടെ നിന്നും ഒളിച്ചോടുകയാണ്. കാസർഗോഡുള്ള കുണ്ടൻകുഴിയിൽ നിന്നുള്ള ഇവരെ 2 പേരെയും നല്ല സാമ്പത്തിക ശേഷിയുള്ള ചുറ്റുപാടിലാണ് ഈ സ്ത്രീ വിവാഹിതയായി ഭർത്താവിനൊപ്പം കഴിഞ്ഞു പോരുന്നത്. കൂടെ നിൽക്കുന്ന അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്തു പോരുന്നത്. ഈ മലയാളി മനസ്സിനൊക്കെ എന്താ അല്ലേ, മൂല്യച്യുതിയുടേതായ ഏറ്റവും തരം താഴ്ന്ന ഒരു പ്രവൃത്തി തന്നെയല്ലേ ഇവരെ 2 പേരെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ. എന്താ പറയുക, കഷ്ടമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് നൽകുകയാണ്. ഓക്കേ.